സർവം കൃഷ്ണാർപ്പണമസ്തു. സർവധർമ്മങ്ങൾ വിട്ട് എനിക്ക് ശരണം. ഭഗവത്ഗീതയുടെ അന്തിമ സന്ദേശം. പ്രിയപ്പെട്ടവരെ, ഭഗവത്ഗീത ഒരു യുദ്ധഭൂമിയിൽ ജനിച്ച ഗ്രന്ഥമാണ്. എന്നാൽ അതിൻ്റെ സന്ദേശം യുദ്ധത്തെക്കുറിച്ചല്ല. ഇത് മനുഷ്യന്റെ ഉള്ളിലെ യുദ്ധത്തെക്കുറിച്ചാണ്. ശരിയും തെറ്റും തമ്മിലുള്ള യുദ്ധം, ധൈര്യവും ഭയവും തമ്മിലുള്ള യുദ്ധം, വിശ്വാസവും സംശയവും തമ്മിലുള്ള യുദ്ധം. ഈ മുഴുവൻ ഉപദേശങ്ങൾക്കും ശേഷം കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഒരു അവസാന വാക്യമുണ്ട്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഇത് കേൾക്കുമ്പോൾ ഒരു സംശയം വരാം. കൃഷ്ണൻ നമ്മോട് എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിക്കാൻ പറയുകയാണോ? ഇല്ല. ഇവിടെ ധർമ്മം എന്നത് മതം മാത്രമല്ല, ആചാരങ്ങൾ മാത്രമല്ല. ഇവിടെ ധർമ്മം എന്നത് ഞാനാണ് ശരി എന്ന അഹങ്കാരം, എൻ്റെ വഴിയേ ശരി എന്ന പിടിവാശി, എൻ്റെ കർമ്മം കൊണ്ടാണ് എനിക്ക് രക്ഷ എന്ന തെറ്റായ വിശ്വാസം. ഇവയെല്ലാം വിട്ടുകളയുക. ഭഗവാൻ ശരണം പ്രാപിക്കുക. ശരണം പ്രാപിക്കുക എന്നത് ദുർബലതയല്ല, ഇത് ഒരു വലിയ ബോധമാണ്. എല്ലാം ഞാൻ നിയന്ത്രിക്കണം, എല്ലാം ഞാൻ തീരുമാനിക്കണം, എല്ലാം ഞാൻ തന്നെ ചുമക്കണം. ഈ ചിന്തകൾ മനുഷ്യനെ ക്ഷീണിപ്പിക്കുന്നു. ശരണം പ്രാപിക്കുക എന്നത് ഈ ഭാരങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ടതില്ല എന്നതിൻ്റെ സ്വയം അംഗീകരിക്കലാണ്. കൃഷ്ണൻ പറയുന്നു, മാമേകം ശരണം വ്രജ. ഇവിടെ ഒരേ ഒരു ആശ്രയത്തെക്കുറിച്ച് പറയുന്നു. ഇത് ദൈവത്തെക്കുറിച്ച് മാത്രമല്ല. സത്യം, നന്മ, നീതി, ആത്മബോധം ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന കേന്ദ്രത്തിലേക്കാണ് മനസ്സിനെ കൊണ്ടുവരേണ്ടത്. അപ്പോഴാണ് മനഃശാന്തി ലഭിക്കുന്നത്. ഇവിടെ പാപം എന്നത് നിങ്ങൾ ചെയ്ത തെറ്റുകൾ മാത്രമല്ല. കുറ്റബോധം, പശ്ചാത്താപം, ഞാൻ പരാജയമാണെന്ന ചിന്ത, എനിക്ക് രക്ഷയില്ല എന്ന നിരാശ. കൃഷ്ണൻ പറയുന്നു, ഞാൻ നിന്നെ ഇതിൽ നിന്നെല്ലാം മോചിപ്പിക്കും. മാ ശുചഃ. ദുഃഖിക്കേണ്ട. ഗീതയിലെ ഏറ്റവും സ്നേഹമുള്ള വാക്കുകൾ. ഗീതയിലെ ഏറ്റവും സ്നേഹമുള്ള 2 വാക്കുകളാണ് മാ ശുചഃ. ദുഃഖിക്കേണ്ട. ജീവിതം നമ്മോട് പലതും ചോദിക്കും.